ശബ്ദം കേട്ടിടത്തേക്ക് അവർ ഉറ്റുനോക്കി. ഒരു മനുഷ്യൻ നീട്ടിപ്പിടിച്ച കഠാരയുമായി നിന്ന് അലറുകയാണ്. അയാളുടെ മുന്നിൽ നിന്ന് വിറയ്ക്കുന്ന വൃദ്ധൻ. അതാണ് ഗുണ്ടരാമു. മജീദ് ദാദയുടെ വലങ്കൈയാണെന്ന് പറഞ്ഞാണ് നടക്കുന്നത്. പട്ടാപ്പകൽ ഏത് വീട്ടിലും കയറി പെണ്ണുങ്ങളെ പിടിക്കാനും അവന് മടിയില്ല. ജീവനിൽ ഭയന്ന് ആരും അവനോട് എതിരിടുകയുമില്ല. പണത്തിൻ്റെ ആവശ്യം വന്നാൽ ആരോടും ചോദിക്കും. കൊടുത്തില്ലെങ്കിൽ ഇല്ലാത്ത ബഹളമൊക്കെയാണ്. വിജയരാജൻ ശിവനോടും ചൈതന്യയോടും പറയുകയാണ്. ആ വൃദ്ധൻ ഒരു പാവം പലഹാര കച്ചവടക്കാരനാണ്. ഈ നശിച്ച സ്ഥലത്ത് വന്നു പെട്ടതിൽ ശിവൻ ദുഃഖിച്ചു. തങ്ങൾക്കുള്ളത് ഓരോന്നായി ഇവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ശ്രദ്ധ വീണ്ടും അവിടേക്കായി. ഗുണ്ടരാമു അലറുകയാണ്. മര്യാദയ്ക്ക് കാശ് തടക്കിളവാ. എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല രാമു. വൃദ്ധൻ കരയുന്നു. തീർച്ചയായും 2 ദിവസത്തിനുള്ളിൽ ഞാൻ ഇത്തിരി പണമുണ്ടാക്കി തരാം. എങ്കിൽ നിൻ്റെ മോളകത്തില്ലേ, അവളെ കൊണ്ടുപോയി വിറ്റ് ഞാൻ കാശ് വാങ്ങിക്കോളാം. രാമു, അവൾ പാവമാണ്. അതിന് ഞാൻ എന്തു വേണം? അയാൾ വൃദ്ധനെ കടന്ന് മുന്നോട്ട് നീങ്ങി. ചുറ്റും കൂടിയ ആൾക്കാർ ഭയത്തോടെ വഴിമാറിക്കൊടുത്തു. വൃദ്ധൻ രാമുവിൻ്റെ പിന്നാലെ ഓടിച്ചെന്നു. രാമു അമ്മയില്ലാത്ത കുട്ടിയാ. കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ചാണ് ഞാൻ വളർത്തുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ലടോ. ഏതായാലും ഈ വേശ്യാത്തെരുവിൽ താമസിക്കാനുള്ളതല്ലേ. ശിവന് അടക്കാനാവാത്ത കോപം തോന്നി. എന്തൊരു അക്രമമാണിത്. ഇവിടെ പോലീസ് സ്റ്റേഷനൊന്നുമില്ലേ? ശിവൻ വിജയരാഘവനെ നോക്കി. നല്ല കഥയായി. അതൊക്കെ ഈ തെരുവിന് പുറത്ത്. ഇവിടേക്ക് വന്നാൽ ജീവനും കൊണ്ട് ഒരു കാക്കിദാരി പോലും പുറത്തു പോകില്ല. പിന്നെ ചിലപ്പോൾ വരും. ആൽബർട്ട് മുതലാളിക്കോ മജീദ് ദാദയ്ക്കോ നേരിട്ടിടപെടാൻ കഴിയാത്ത പ്രശ്നമാണെങ്കിൽ അവർ പോലീസിനെ വരുത്തും. പക്ഷേ അത്തരം കേസുകൾ 4-5 വർഷങ്ങൾ കൂടിയിരിക്കുമ്പോൾ ഒരെണ്ണം ഉണ്ടായെങ്കിലായി. ഗുണ്ടരാമു ഒരുവിധം ചന്തമുള്ള ഒരു പെൺകുട്ടിയെ വലിച്ചിഴച്ചു കൊണ്ടുവരുന്നത് കണ്ടു. വേണ്ട, എൻ്റെ പൊന്നുമോളെ കൊണ്ടുപോകരുത്. വൃദ്ധൻ തടയുന്നു. ഗുണ്ടരാമു തിരിഞ്ഞു നിന്നു. പിന്നെ കറങ്ങിയൊരു തൊഴി. വൃദ്ധൻ സമീപത്തുണ്ടായിരുന്ന പലഹാരങ്ങൾ നിരത്തിവെച്ചിരുന്ന മേശയുടെ പുറത്തേക്കും അവിടെ നിന്ന് അതും മറിച്ചുകൊണ്ട് തറയിലേക്ക് വീണു. പിന്നെ എണീറ്റില്ല. രാമു നിലവിളിക്കുന്ന ആ പെൺകുട്ടിയെയും കൊണ്ടുപോയി. ഒരു വേശ്യ കൂടി ജന്മമെടുക്കുന്നു. വിജയരാജൻ പിറുപിറുത്തു. ഇവിടുത്തെ ആൾക്കാർ ഒറ്റക്കെട്ടായി നിന്നാൽ ഇതിനെ എതിർക്കാൻ കഴിയില്ലേ? ചൈതന്യ തിരക്കി. ആവോ, അത്തരം സാഹസത്തിനൊന്നും അടുത്ത കാലത്തെങ്ങും ആരും മുതിർന്നിട്ടില്ല. നേരത്തെ അതിനിറങ്ങിയവരുടെ അനുഭവം ഓർത്താവും. എന്തുണ്ടായി? ശിവന് ഉദ്വേഗം. പറഞ്ഞു കേട്ട അറിവേ എനിക്കുള്ളൂ. ഒരാൾ കുറേ വർഷങ്ങൾക്ക് മുൻപ് മജീദ് ദാദയെ എതിർത്തു പോലും. അന്ന് മജീദ് ദാദയായി സ്ഥാനമേറ്റ അവസരമായിരുന്നു. അയാൾ തന്നെ നേരിട്ട് വന്നാണ് പരസ്യമായി എതിർത്തവൻ്റെ കൈക്കാലുകൾ വെട്ടി റോഡിൽ കളഞ്ഞത്. ഹോ, ഭയങ്കരം തന്നെ. തെരുവിൽ കൂടിയ ആൾക്കാർ തങ്ങളുടെ സ്ഥാനങ്ങളിലേക്ക് തിരികെ പോയി കഴിഞ്ഞു. വൃദ്ധൻ്റെ ചിലമ്പിച്ച ആങ്ങലടികൾ മാത്രം അവിടെ അവശേഷിച്ചു. വരൂ. മുന്നോട്ട് നീങ്ങുന്നതിനിടയിൽ വിജയരാജൻ വീണ്ടും സംസാരിച്ചു. ഇവിടെ ആനയെയും ആനപ്പിണ്ടത്തെയും പേടിക്കേണ്ട അവസ്ഥയാണ്. ഒരു ഭാഗത്തുകൂടി രാമുവിൻ്റെ പിരിവ്. അതുകൂടാതെ ആഴ്ചയിൽ 1 ദിവസം വീതം മജീദ് ദാദയുടെ ആൾക്കാർ ചുങ്കം പിരിക്കാനിറങ്ങും. എല്ലാ വീട്ടുകാരും കൊടുത്തേ പറ്റൂ. അതിനി എന്നാണ്? ഇന്ന് തിങ്കളാഴ്ചയല്ലേ? ഇനി അടുത്ത ഞായറാഴ്ച വൈകിട്ടേ ഉണ്ടാകൂ. ഇന്നലെ ഉണ്ടായിരുന്നു. ശിവന് ആരുടെയൊക്കെയോ കോപം തോന്നി. മത്സരിച്ച് അധികാരത്തിലെത്തുന്ന ജനസേവകർക്കോ നിയമപാലകർക്കോ ഈ തെരുവിനെ ഒന്ന് പുനരുദ്ധരിക്കുവാൻ സമയമില്ല. വിജയരാജൻ പലരോടും ഒരു വീടിനെക്കുറിച്ച് തിരക്കി. ഇല്ല എന്നായിരുന്നു മറുപടി. അവസാനം ഒരാൾ പറഞ്ഞു, കമലയുടെ കസ്റ്റഡിയിൽ ഒരു മുറി ഒഴിഞ്ഞു കിടപ്പുണ്ട്. അത് കിട്ടിയേക്കും. അത് നോക്കുന്നോ? വിജയരാജൻ ശിവൻ്റെ നേരെ തിരിഞ്ഞു. അവൻ തലകുലുക്കി. എങ്കിൽ വരൂ. റോഡ് സൈഡിൽ തന്നെയുള്ള ഒരു മുറിയുടെ വാതിൽ വിജയരാജൻ തട്ടി. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ വാതിൽ തുറക്കപ്പെട്ടു. മെല്ലിച്ച പല്ലുന്തിയൊരു പെണ്ണ്. കമല ചേച്ചിയെ ഒന്ന് കാണണം, ഭവ്യതയോടെയാണ് അവൻ പറഞ്ഞത്. അകത്തേക്ക് വരൂ. അവരെ കാണുമ്പോൾ തല കുനിച്ചു വണങ്ങണം കേട്ടോ. വിജയരാജൻ അവരെ ഓർമ്മിപ്പിച്ചു. 3-4 കസേരകളും മറ്റും കിടപ്പുണ്ടായിരുന്നു ആദ്യത്തെ മുറിയിൽ. അടുത്ത മുറിയിലേക്കുള്ള വാതിലിൽ പഴകി മുഷിഞ്ഞ ഒരു കർട്ടൻ. അത് വകഞ്ഞു മാറ്റി അവർ അടുത്ത മുറിയിലേക്ക് ചെന്നു. അവിടെ സാമാന്യം വൃത്തിയുള്ള കിടക്കയിൽ അർദ്ധനഗ്നയായി ഒരു വശം ചരിഞ്ഞ് ഇടതു കൈകൊണ്ട് ശിരസ് താങ്ങിക്കിടക്കുകയാണ് കമല. ആ മുറിയിൽ തന്നെ 7-8 പെൺകുട്ടികൾ കൂടിയുണ്ട്. വിജയരാജൻ അവരെ വണങ്ങുന്നത് കണ്ടപ്പോൾ ശിവനും ചൈതന്യയും അങ്ങനെ ചെയ്തു. ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുമുറി തിന്നണമെന്നാണല്ലോ. ഘനമുള്ള മൂളൽ. ഒരു മുറി ഒഴിവുണ്ടെന്നറിഞ്ഞു. അത് വാടകയ്ക്ക് കിട്ടിയാൽ? കമല ആംഗ്യം കാട്ടിയപ്പോൾ ഒരു പെൺകുട്ടി 2 കസേരകൾ എടുത്തിട്ടു. ഇരിക്കെ, അവർ പറഞ്ഞു. ശിവനും ചൈതന്യയും ഇരുന്നു. വിജയരാജൻ ഭവ്യത കൈവിടാതെ തന്നെ നിൽക്കുകയാണ്. 45-ലധികം വയസ്സ് തോന്നിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു കമല. സദാ ഉന്മത്ത ഭാവം, മുറുക്കി ചുവപ്പിച്ച ചുണ്ടുകൾ, മേക്കപ്പിട്ട മുഖം. കമല ചൈതന്യയെ തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് എണീറ്റിരുന്നു. ഒപ്പം കോളാമ്പിയെടുത്ത് മുറുക്കാൻ അതിലേക്ക് തുപ്പി. ഇവരേതാ? എൻ്റെ കൂട്ടുകാരനും ഭാര്യയുമാണ്. റൂം തരുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ 1000 രൂപ ആദ്യം കിട്ടണം. പിന്നെ മാസാമാസം 200 രൂപ വാടകയും. ഇത് രണ്ടും കൃത്യമായിരിക്കണം. കരാറൊന്നുമില്ല. മാറാൻ പറഞ്ഞാൽ മാറിയേ പറ്റൂ. അല്ലാതെയുള്ള കാര്യങ്ങളിലൊന്നും എനിക്ക് ഇടപെടാൻ നേരമില്ല. വിജയരാജൻ ശിവനെ ശ്രദ്ധിച്ചു. അവൻ എന്തു വേണമെന്നറിയാതെ ഇരിക്കുകയാണ്. ചൈതന്യ അവനെ തോണ്ടി. കൊടുക്കാമെന്ന് പറ. അവൻ തല കുലുക്കി. അപ്പോൾ അഡ്വാൻസ്? വൈകിട്ട് തരാം. ശരി, ഇന്ന് തന്നെ വേണമെങ്കിൽ താമസമായിക്കൊള്ളൂ. അങ്ങനെയാകാം. അവരോട് യാത്ര പറഞ്ഞിറങ്ങി. ആരാണവർ?
വഴിയിൽ വെച്ച് ശിവൻ ചോദിച്ചു. ഇവിടുത്തെ ഏറ്റവും വലിയ വേശ്യയാണ്. കൂടെയുള്ള പെൺകുട്ടികളോ? തൊഴിൽ ഇത് തന്നെ, മാസശമ്പളമാണെന്ന് മാത്രം. ചൈതന്യ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. എന്നിട്ട് പറഞ്ഞു, ആ വിജയരാജൻ, എൻ്റെ ഈ മാലയൊന്ന് വിൽക്കണം. അവർക്ക് ഇന്ന് തന്നെ പണം കൊടുക്കണ്ടേ? ശിവന് സങ്കടം വന്നു. തൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഇവളുടെ മാല പോലും വിൽക്കേണ്ടി വരുന്നു. ഒരു കാര്യം എനിക്ക് മനസ്സിലായി മോളെ, പണമില്ലാത്തവൻ പ്രേമിക്കരുതെന്ന്. ഛേ, എന്താ ശിവ എങ്ങനെ? ഇത്രയൊന്നും ഞാൻ കരുതിയില്ല കേട്ടോ. ചൈതന്യ പരിഭവിച്ചു. എല്ലാം നമുക്ക് ഇരുവർക്കും വേണ്ടിയല്ലേ? ശിവൻ മിണ്ടിയില്ല. ഇവിടെ വിറ്റാൽ കിട്ടേണ്ട അത്രയൊന്നും കിട്ടില്ല, വിജയരാജൻ ഓർമ്മിപ്പിച്ചു. അങ്ങനെ ചിന്തിച്ചാൽ പറ്റില്ലല്ലോ. തൽക്കാലം ആവശ്യം നടക്കട്ടെ. അന്ന് തന്നെ മാല വിൽക്കപ്പെട്ടു. 5 പവന് കിട്ടിയത് 10,000 രൂപ മാത്രം. കമലയ്ക്ക് കൊടുക്കാനുള്ളത് കൊടുത്തു. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ വാങ്ങി. അവർ വാടക മുറിക്ക് മുന്നിലെത്തി. ഒരു കെട്ടിടത്തിൻ്റെ 2ാം നിലയിലെ കുടിസുമുറി. അവർ അവിടെ ഒരു പുതിയ ജീവിതം തുടങ്ങുകയായിരുന്നു. നേരം സന്ധ്യയായതോടെ തെരുവിൻ്റെ മുഖം മാറിത്തുടങ്ങി.